بسم الله الرحمن الرحيم. ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1789 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 6 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാതി വൽ മുശ്രികീന വൽ മുശ്രികാതി ളാന്നീന ബില്ലാഹി ളന്നസൗ അലൈഹിം ദാഇറത്തുസ് സൗ വഗളിബല്ലാഹു അലൈഹിം വലഅനഹും وأعد لهم جهنم وساءت مصيرا ولله جنود السماوات والأرض وكان الله عزيزا حكيما. صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 6-7 ആയത്തുകളാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫത്ഹിന്റെ ആയാത്തുകളുടെ പഠനം നമ്മൾ ഇന്നലെ തുടങ്ങുകയുണ്ടായി. ഹുദൈബിയ സന്ധിയെ ഏറ്റവും തെളിമയുള്ള ഒരു വിജയമായിട്ടാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പ്രഖ്യാപിക്കുന്നത്. നിശ്ചയമായിട്ടും നാം താങ്കൾക്ക് വളരെ തെളിഞ്ഞ ഒരു വിജയം നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു അവിടെ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തെ തുടർന്ന് അള്ളാഹു അങ്ങനെ ഒരു വിജയം അള്ളാഹുവിന്റെ പ്രവാചകന് നൽകാൻ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് നീങ്ങാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് അദ്ദേഹത്തിന്റെ പൂർവ്വകാലവും ഇനി വരാനിരിക്കുന്ന കാലവും അടങ്ങിയ ജീവിതമുടനീളം സംഭവിച്ചിട്ടുണ്ടാവാനിടയുള്ള എല്ലാ പിഴവുകളും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ അള്ളാഹു അദ്ദേഹത്തിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന അനുഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ശരിയായ ദിശയിൽ മാർഗദർശനം ചെയ്യുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് വളരെ പ്രതാപാർഹമായ വിജയം അല്ലെങ്കിൽ സഹായം നൽകുന്നതിന് വേണ്ടി എന്നൊക്കെയാണ് അവിടെ പ്രത്യേകമായി ആ കർമ്മത്തിൽ തന്നെ അള്ളാഹു വിവരിച്ചിരിക്കുന്നത്. അള്ളാഹു ഈ വിജയം, തെളിഞ്ഞ വിജയം അള്ളാഹുവിന്റെ പ്രവാചകന് നൽകുകയുണ്ടായതിന്റെ കാരണങ്ങളാണ് അവിടെ പറയുകയുണ്ടായത്. ഇനി അത് വിജയിക്കുന്നതിന് ഏറ്റവും നിദാനമായി മാറിയ ഒരു കാര്യം, അങ്ങനെ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതിനുവേണ്ടി ഈ ഉംറയ്ക്ക് വേണ്ടിയുള്ള മക്കയിലേക്കുള്ള യാത്ര നിർവഹിക്കാൻ മുതിർന്ന ഘട്ടത്തിലൊക്കെ അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായത്താൽ തന്നെ വലിയ സമാധാനം അനുഭവപ്പെട്ടിരുന്നു എന്നതാണ് ഒരു കാരണമായിട്ട് അള്ളാഹു പറയുന്നത്. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും ഒക്കെ ആ ഘട്ടത്തിൽ ചൊരിഞ്ഞു കൊടുത്തത് അള്ളാഹുവാണ്. അവരുടെ വിശ്വാസപരമായ തീഷ്ണതയൊക്കെ നിലനിൽക്കെ തന്നെ
അതോടൊപ്പം അവരുടെ വിശ്വാസത്തിന് വർധനവ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹു ഇങ്ങനെ ഒരു സംഗതി സംജാതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വലില്ലാഹി ജുനൂദുസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ള സൈന്യങ്ങളൊക്കെയും തന്നെ അള്ളാഹുവിൻ്റെതാണ് എന്നിരിക്കെ തന്നെയാണ് അള്ളാഹു വിശ്വാസികളെ മുൻനിർത്തിക്കൊണ്ട് നിഷേധികൾക്കെതിരിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. വക്കാന അല്ലാഹു അലീമൻ ഹക്കീമ, നിശ്ചയമായിട്ടും സർവജ്ഞനും യുക്തിമാനുമാണ് അള്ളാഹു എന്നുകൂടി അള്ളാഹുவோട് വ്യക്തമാക്കുകയുണ്ടായി. ഇതിന്റെ ആത്യന്തികമായ താല്പര്യം സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവർ അർഹിക്കുന്ന ഏറ്റവും ഉത്തമമായ പ്രതിഫലം, അത് അവരെ ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഖാലിദീന ഫീഹ, അവരവിടെയാണ് നിത്യമായി വസിക്കേണ്ടത്. ആ വിധത്തിൽ അവരെ ആ ഉദ്യാനങ്ങളിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. വയുകഫിറ അൻഹും സയ്യിആതിഹിം, അവരുടെ വീഴ്ചകളും പോരായികകളും തിന്മകളും ഒക്കെ അവർക്ക് പുറത്തു കൊടുക്കാനും അതൊക്കെയും മായ്ച്ചു കളയാനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. വക്കാന ദാലിക ഇൻദല്ലാഹി ഫൗസൻ അളീമ, അങ്ങനെ ഒരു പരിണതിയിലേക്ക് എത്തുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിഗണനയിൽ ഏറ്റവും ഗംഭീരമായ വിജയം തന്നെയാണ് എന്നുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് അള്ളാഹു പറയുകയുണ്ടായത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഫത്ഹ് ഇവർക്ക് നൽകിയതിന്റെ താല്പര്യമായിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ കൂടി ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് വിശദമാക്കുന്നത്. ഫത്ഹ് യാഥാർത്ഥ്യമാക്കുന്നതിന്, ഈ ഫത്ഹും മുബീന എന്ന് വിവരിക്കപ്പെട്ടിട്ടുള്ള ഈ വിജയം യാഥാർത്ഥ്യമാക്കുന്നതിന് അള്ളാഹു മുന്നോട്ട് വെച്ച ചില കാരണങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ വിശദമാക്കപ്പെട്ടിട്ടുള്ളത്. വേറെ ചില കാരണങ്ങളാണ് ഇവിടെ ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് പറയുന്നത്. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഇതിനകം പഠന വിധേയമാക്കിയ ആയത്തുകളിൽ ഇങ്ങനെ ഒരു വിജയം നൽകുന്നതിന്, അതിന് അർഹതയുള്ളവരായി വിശ്വാസികൾ മാറുന്നതിന് അള്ളാഹു നിദാനമായിട്ട് കണ്ട കാര്യങ്ങളാണ്. വിശ്വാസികൾ എങ്ങനെ ഇത്തരം ഒരു വിജയം അർഹിക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ ആദ്യത്തെ 5 ആയത്തുകളിൽ വിശദമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇനി നമ്മൾ വായിക്കുന്ന 2 ആയത്തുകളിൽ, ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള 2 ആയത്തുകളിൽ ഇങ്ങനെ ഒരു വിജയം മുസ്ലിങ്ങൾക്ക്, വിശ്വാസികൾക്ക് ലഭിക്കുമ്പോൾ ഒരു മറുപക്ഷം പരാജയം ഏറ്റുവാങ്ങുന്നവരായിട്ടൊക്കെ ഉണ്ടല്ലോ, അവരുടെ അതിനുള്ള അർഹത എന്താണ് എന്നതാണ്. ഇങ്ങനെ ഒരു വിജയം മുസ്ലിങ്ങൾക്ക് നൽകുന്നതിലൂടെ മറുപക്ഷത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ ഒരു പരാജയം നൽകി എന്നത് വ്യക്തമാക്കുകയാണ്. വയുഅദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, അള്ളാഹുവിന്റെ താല്പര്യം ഇതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് ഈ ഫത്ഹ് നൽകിയതിന്റെ ഒരു താല്പര്യം. വിശ്വാസികൾക്ക് വലിയ വിജയം നൽകി അവരെ അതിലൂടെ അള്ളാഹു ആ വിജയത്തിന്റെ വലിയ നേട്ടം കൈവരിക്കാൻ അവർക്ക് സാഹചര്യം ഒരുക്കിയതിന്റെ കാരണങ്ങളും മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതിന്റെ വേറൊരു കാരണം വയുഅദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും ശിക്ഷിക്കുക എന്നതാണ്. ഈ ഒരു നടപടിയിലൂടെ അവരുടെ മേൽ ശിക്ഷ നടപ്പിലാക്കുക എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അതേപോലെ വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, ബഹുദൈവ ആരാധകരെയും ബഹുദൈവ ആരാധകകളായ എന്ന് പറഞ്ഞാൽ മുശ്രിക്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും, ഈ 2 കൂട്ടരെയും കൂടി ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ ഒരു വിജയം മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്.
പറഞ്ഞ മുനാഫിക്കുകൾക്കും മുനാഫിഖാത്തുകൾക്കും മുശ്രിക്കുകൾക്കും മുശ്രിക്കാത്തുകൾക്കും അള്ളാഹു ശിക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിജയം അള്ളാഹു ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്താണ് അവരുടെ കുഴപ്പം? ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന മുനാഫിക്കുകളും മുനാഫിഖാത്തുകളും അതുപോലെ മുശ്രിക്കുകളും മുശ്രിക്കാത്തുകളും ഇവരുടെ ഒരു പ്രത്യേകത അള്ളാഹുവോട് പറയുകയാണ്. അള്ളാഹീന ബില്ലാഹി ലന്നസൗ, അള്ളാഹുവിനെ കുറിച്ച് വളരെ ചീത്തയായ ചില ഊഹങ്ങളാണ് അവര് നടത്തുകയുണ്ടായത്. അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ കുറിച്ച്, അള്ളാഹുവിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ വളരെ അടിസ്ഥാനരഹിതമായതും കുറ്റകരമായതുമായ ചില ഊഹങ്ങളാണ് അവര് വെച്ചു പുലർത്തുകയുണ്ടായത് എന്നാണ്. അള്ളാഹു അവർക്കെതിരെയുള്ള ഒരു ആരോപണമായിട്ട്, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു കുറ്റ പരാമർശം എന്ന നിലക്ക് അള്ളാഹുവോട് പറയുന്നു. അവര് അള്ളാഹുവിനെ കുറിച്ച് വളരെ തെറ്റായ ചീത്തയായ ചില ഊഹങ്ങൾ വെച്ചു പുലർത്തി. അത് ഈ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പുറപ്പെട്ട ആ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഊഹമായിരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. മദീനയിലെ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസികളുടെയും കൂടെ തന്നെ നിലകൊണ്ടിരുന്ന മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ, അവര് കണക്ക് കൂട്ടിയിരുന്നത് ഇങ്ങനെ ഒരു യാത്ര അള്ളാഹുവിന്റെ പ്രവാചകനും സംഘവും നടത്തിയാൽ അവരൊരിക്കലും തന്നെ അതിൽ വിജയം കണ്ട് മടങ്ങി വരികയില്ല. മദീനയിലേക്ക് ഇനി അവരൊരിക്കലും തിരിച്ചെത്തുകയില്ല. അവരുടെ കാര്യം മക്കയിൽ തന്നെ തീർപ്പാകും എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അങ്ങനെയുള്ള ഊഹം വെച്ചുകൊണ്ടാണ് അവര് പല സംസാരങ്ങളും നടത്തിയിരുന്നതും അവരുടെ പല പ്രവർത്തനങ്ങളും അങ്ങനെയുള്ള ഒരു ഊഹം വെച്ചുകൊണ്ടാണ്. ഇത് മുനാഫിക്കുകളും മുനാഫിഖാത്തുകളും ഇക്കാര്യത്തിൽ അവരിങ്ങനെ സാബൂതം വീക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണല്ലോ. ഏതായാലും അതൊരു പുറപ്പെടൽ തന്നെയാണ്. ഇനി ഒരിക്കലും അവര് തിരിച്ചു മദീനയിലേക്ക് എത്തുകയില്ല. മക്കയിൽ വെച്ച് തന്നെ അവരുടെ കാര്യം തീരുമാനിക്കപ്പെടും എന്നൊരു കണക്കുകൂട്ടലാണ് ഇവർക്കുണ്ടായിരുന്നത്. ഈ ഇവരുടെ ഊഹം അതാണ് എന്നത് നമ്മൾ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. ഈ സൂറത്തിൽ തന്നെ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്, അവരുടെ ഊഹം എന്താണ് എന്നത്. അപ്പൊ അങ്ങനെ കുറ്റകരമായ ഒരു ഊഹം അള്ളാഹുവിനെ കുറിച്ച് വെച്ച് പുലർത്തിയ ആളുകളാണ് ഈ കപട വിശ്വാസികൾ. അവരുടെ ഒരേ ഒരു കുഴപ്പം അതാണ് എന്നല്ല ഇവിടെ പറയുന്നത്. ഈ സംഭവവുമായി, ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപട വിശ്വാസികൾ അള്ളാഹുവിനെ കുറിച്ച് വളരെ അടിസ്ഥാനരഹിതമായ ഊഹമാണ് വെച്ച് പുലർത്തുകയുണ്ടായത്. അള്ളാഹുവിന്റെ പ്രവാചകനും സംഘവും മദീനയിലേക്ക് ഒരിക്കലും തിരിച്ചെത്തുകയില്ല. അള്ളാഹു സത്യത്തെ വിജയിപ്പിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുകയില്ല എന്നതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. അപ്പൊ അങ്ങനെയുള്ള വളരെ കുറ്റകരമായ ഊഹം വെച്ച് പുലർത്തിയ ആളുകളാണ് ഈ കപട വിശ്വാസികൾ. അവരെയാണ് അള്ളാഹു ഇവിടെ ഈ സംഭവത്തിലൂടെ ശിക്ഷിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ വിജയം സാധ്യമാക്കിയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. മറ്റൊന്ന് വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, ഈ ബഹുദൈവ ആരാധകര്, ബഹുദൈവ വിശ്വാസികളും വിശ്വാസിനികളും. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ഖുറൈശി പ്രമാണിമാരും ആ സമൂഹത്തിൽപ്പെട്ട പ്രമുഖരും ഒക്കെ ആയ ആളുകളുണ്ടല്ലോ, അവരും അവരുടെ കൂട്ടത്തിലെ സ്ത്രീകളും, അവരൊക്കെയും തന്നെ കണക്ക് കൂട്ടിയിരുന്നത് ഈ ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അങ്ങ് നടത്തി കഴിഞ്ഞാൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് മറ്റൊരു ദിശയിലേക്ക് പ്രകോപിപ്പിച്ച് കൊണ്ടുപോയിട്ട് അവരെ യുദ്ധത്തിന് ഒരുങ്ങി വന്നവരാണ് എന്നൊരു ധാരണ സ്ഥാപിച്ചെടുത്തുകൊണ്ട്
അവരെ ഏറ്റുമുട്ടി, സൈനികമായി തന്നെ അവരുമായി ഏറ്റുമുട്ടി അവരെ തുരത്തി കളയാം എന്നതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെയും മുശ്രിക്കാത്തുകളുടെയും ഒക്കെ മനസ്സിലിരിപ്പ്. അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജിക്കായ പല ചലനങ്ങളും പല മൂവും അവർ നടത്തുകയുണ്ടായി. അതാണ് അവര് കരുതിയിരുന്നത്. അപ്പോ ഇപ്പൊ ഉംറക്ക് വേണ്ടി നിരായുധരായി വന്ന ഈ സംഘത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം സൃഷ്ടിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക് അവരെ തിരിച്ചുവിട്ട് അവരിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായി എന്ന് വരുത്തിക്കൊണ്ട് അവരെ ആയുധം കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തി തീർത്തു കളയാം എന്നതായിരുന്നു. ഒരു കാരണവശാലും മക്കയിലേക്കുള്ള ഈ യാത്ര കഴിഞ്ഞ് അവര് തിരികെ പോവുകയില്ല എന്നത് ഉറപ്പുവരുത്താം എന്നതായിരുന്നു മുശ്രിക്കുകളുടെയും മുശ്രിക്കാത്തുകളുടെയും ഒക്കെ മനസ്സിലിരിപ്പ്. മുനാഫിക്കുകളും മുനാഫിക്കാത്തുകളും കരുതിയിരുന്നതും സമാനമായ വിധത്തില് അവര് ഇനി മദീനയിലേക്ക് എന്തായാലും തിരിച്ചെത്തുകയില്ല എന്ന വിധത്തിലാണ്. ഇത് അവർ അള്ളാഹുവിനെ കുറിച്ച് നടത്തിയ വളരെ കുറ്റകരമായ തിന്മയധിഷ്ഠിതമായ ഒരു ഊഹമാണ്. അല്ലാഹീന ബില്ലാഹി ലന്നസൗ എന്നാ സംഭവിച്ചതോ അലൈഹിം ദാഇറത്തു സൗ, അത് അവരുടെ മേൽ തന്നെയാണ് ആ തിന്മയുടെ വലയം അല്ലെങ്കിൽ തിന്മയുടെ ആ വൃത്തം ചെന്ന് വീഴുകയുണ്ടായത്. ഇവര് വിശ്വാസികൾക്ക് സംഭവിക്കും എന്ന് കരുതിയ ആ ദുരന്തം യഥാർത്ഥത്തിൽ ഈ ആളുകളുടെ മുനാഫിക്കുകളുടെയും മുശ്രിക്കുകളുടെയും മേൽ തന്നെയാണ് പതിക്കുകയുണ്ടായത്. അലൈഹിം ദാഇറത്തു സൗ, ഈ തിന്മയുടെ അല്ലെങ്കിൽ ഈ സൗവിന്റെ വളയം ചെന്ന് പതിച്ചത് അല്ലെങ്കിൽ അവര് ചെന്ന് വീണത് ഈ വൃത്തത്തിലാണ്, ഈ വലയത്തിലാണ്. മുശ്രിക്കുകളും അതുപോലെ മുനാഫിക്കുകളും ഒക്കെ ചെന്ന് പതിച്ചത്. ഏതൊരു ദുര്യോഗമാണോ അവര് വിശ്വാസികൾക്കായിട്ട് കാത്തിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്, അത് അവരെ തന്നെ അവർക്ക് തന്നെ ഒരു തിരിച്ചടിയായി മാറുകയാണ് ഉണ്ടായത്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നൊക്കെ. അതേപോലെയുള്ള ഒരു അനുഭവമാണ് മുശ്രിക്കുകളും മുനാഫിക്കുകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അലൈഹിം ദാഇറത്തു സൗ, ഈ ദാഇറത്തു സൗ അവരുടെ മേലെ തന്നെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. തിന്മയുടെ ഒരു വളയത്തിലാണ്, അല്ലെങ്കിൽ അവർ ചെന്ന് പതിച്ചിരിക്കുന്നത്, അവരുടെ മേലുള്ളത് ഒരു വളരെ ദൗർഭാഗ്യത്തിന്റെ, ഭാഗ്യദോഷത്തിന്റെ ഒരു വളയമാണ്. വളയത്തിലാണ് അവരകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യദോഷം യഥാർത്ഥത്തിൽ അവര് പ്രതീക്ഷിച്ചിരുന്നത്, കാത്തിരുന്നത് വിശ്വാസികൾക്ക് ഉള്ളതായിട്ടാണ്. പക്ഷെ അത് സംഭവിച്ചത് ഇപ്പോ മുനാഫിക്കുകൾക്കും മുശ്രിക്കുകൾക്കും ഒക്കെ തന്നെ ഒരു വലിയ ദാഇറത്തു സൗ ആയി മാറി എന്നതാണ്. ദാഇറത്ത് എന്നുള്ളത് ദൗർ എന്നുള്ള പദവുമായിട്ട് ബന്ധമുള്ളതാണ്. ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു സർക്കിൾ എന്നൊക്കെ പറയാവുന്ന ഒരു പദമാണ്. അതാണ് അറബി ഭാഷയിൽ ആ പദത്തിന്റെ സൂചന. അത് ദാഇറത്തു സൗ എന്ന് പറഞ്ഞാൽ തിന്മയുടെ അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിന്റെ, ദുരിതത്തിന്റെ, ദുരന്തത്തിന്റെ ഒരു വൃത്തം അല്ലെങ്കിൽ വലയം എന്നൊക്കെ അതിന് നമുക്ക് അർത്ഥം കൊടുക്കാൻ പറ്റും. അപ്പോ അവരുടെ മേലാണ് ഈ ഭാഗ്യദോഷത്തിന്റെ ചക്രം ചെന്ന് പതിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അലൈഹിം ദാഇറത്തു സൗ, ഈ ദാഇറത്തു സൗ വിശ്വാസികളുടെ മേൽ പതിക്കുന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ സംഭവിച്ചത് അത് അവരുടെ മേലെ തന്നെ പതിച്ചു എന്നതാണ്. ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്തെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ ആ ഒരു ആംഗിളിൽ നമ്മൾ വിലയിരുത്തിയാൽ, അങ്ങനെ ദാഇറത്തു സൗ ഇറാനെ വിഴുങ്ങിക്കളയും എന്ന നിലക്ക് കണക്ക് കൂട്ടിക്കൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഇപ്പോ ആ ദുര്യോഗം അല്ലെങ്കിൽ ആ ഭാഗ്യദോഷത്തിന്റെ ആ ചക്രം ചെന്ന് പതിച്ചിരിക്കുന്നത് അവരുടെ മേല് തന്നെയാണ് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അപ്പൊ ഇവിടെ അള്ളാഹു ഈ ഒരു രണ്ട് വിഭാഗങ്ങൾക്ക് വലിയ ശിക്ഷയാകാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ്
ഈ ഒരു സംഭവത്തെ വലിയ വിജയമാക്കി മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മുനാഫിക്കുകൾക്കും മുനാഫിക്കാത്തുകൾക്കും അതുപോലെ മുശ്രിക്കുകൾക്കും മുശ്രിക്കാത്തുകൾക്കും. ഇവിടെ മുകളില് വിജയിച്ചവരുടെ കാര്യം പറയുമ്പോൾ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും അള്ളാഹു പരാമർശിച്ച് നമ്മൾ കാണുകയുണ്ടായി. മുഅ്മിനാത്തുകൾ പ്രത്യക്ഷത്തിൽ ആക്റ്റീവ് റോളിലൊന്നും ആയിരുന്നില്ല. മുഅ്മിനുകൾ മാത്രമാണ് ആ യാത്രയിൽ ആക്റ്റീവ് റോളിൽ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഒറ്റപ്പെട്ട സ്ത്രീകള് അവരെ അനുഗമിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹത്തിന്റെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അനുഗമിച്ച കാര്യം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ. അതുപോലെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് സ്ത്രീകൾ അവരെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട്, ധാർമ്മികമായ എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട്, ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ശ്രദ്ധാപൂർവം നിർവഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നു മദീനയിൽ അവരുടെ വീടകങ്ങളിലായിട്ട് അവരുടെ സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ അവരുടെ അതിലുള്ള പങ്കാളിത്തം ഒരു നിലക്കും വില കുറച്ച് കാണേണ്ട ഒരു സംഗതിയേ അല്ല. അതിന് വേണ്ട പരിഗണന കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിടെ കാര്യങ്ങൾ പറയുന്നത്. ഇതേപോലെയുള്ള ഒരു പരിഗണന ശിക്ഷ നൽകുന്നതില് മുനാഫിക്കുകളുടെയും അതുപോലെ മുശ്രിക്കുകളുടെയും കൂടെയുള്ള സ്ത്രീകളുടെ കാര്യത്തിലും അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അപ്പോ അലൈഹിം ദാഇറത്തു സൗ, ഈ ദൗർഭാഗ്യത്തിന്റെ ചക്രം അവരുടെ മേൽ തന്നെയാണ് വന്ന് പതിച്ചിരിക്കുന്നത്. വഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു. വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. വഅഅദ്ദ ലഹും ജഹന്നം, അവർക്കായിട്ട് നരകം അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. വസാഅത്ത് മസീറ, എത്ര ദൗർഭാഗ്യകരമായ, എത്ര ദുഷ്കരമായ ഒരു സങ്കേതമാണത് എന്നാണ് അള്ളാഹു തുടർന്ന് ആ നരകത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ആളുകൾക്ക്, ഈ മുനാഫിക്കുകൾക്കും അതുപോലെ മുശ്രിക്കുകൾക്കും അവരുടെ നിലപാടുകളുടെ കാരണത്താൽ തന്നെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയാണ്. അവരുടെ മേലാണ് ദൗർഭാഗ്യത്തിന്റെ ആ ചക്രം ചെന്ന് പതിയുന്നത്. അവരോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു, അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അവർക്കായി നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അതാണെങ്കിലോ വസാഅത്ത് മസീറ, ഏറ്റവും മോശമായ, ഏറ്റവും ചീത്തയായ മടക്ക ഗേഹമാണ്, സങ്കേതമാണ്. ഇതാണ് അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്ന വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെതാണ് ആകാശങ്ങളിലെയും ഭൂമിയിലെയും സകല സന്നാഹങ്ങളും, സകല സൈനിക സന്നാഹങ്ങളും അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ വഖാന അല്ലാഹു അസീസൻ ഹക്കീമ, അള്ളാഹു ഏറ്റവുമേറെ അജയ്യതയുള്ളവനും യുക്തിജ്ഞനുമാണ്. അതുകൊണ്ട് അവൻ ഈ പ്രപഞ്ച സാകല്യത്തിലെ അവന്റെ സന്നാഹങ്ങളൊന്നും ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇറക്കുന്നില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ എന്ന് സൂറത്ത് യാസീനിൽ കാണാൻ കഴിയും. അയാളുടെ കാലശേഷം അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹു ആകാശത്തു നിന്ന് സൈന്യത്തെ ഒന്നും ഇറക്കുകയുണ്ടായില്ല എന്നാണ് അവിടെ പറയുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല, അത്ര വലിയ ഇടപെടലൊന്നും വേണ്ടതുണ്ടായിരുന്നില്ല. കാരണം ഇവരൊക്കെ അത്രയും നിസ്സാരന്മാരാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആകാശഭൂമികളിലുള്ള അവന്റെ സന്നാഹങ്ങള് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു ഈ വിശ്വാസികളെ തന്നെയാണ് ഏൽപ്പിക്കുകയുണ്ടായത്. അള്ളാഹു ഏറെ പ്രതാപം അതുപോലെ അജയ്യതൊക്കെ ഉള്ളവനും അതുപോലെ യുക്തിജ്ഞനുമാണ്. അള്ളാഹു ഇവർക്കുള്ള ഭാഗ്യം നൽകുന്നതിന് വേണ്ടിയാണ്, ഇവർക്കുള്ള വിജയം നൽകുന്നതിനും അവർക്കുള്ള പ്രതിഫലം നൽകുന്നതിനൊക്കെ വേണ്ടി ഒരു അവസരം ഒരുക്കിയതാണ് ഈ സനത്. മുനാഫിക്കുകളെയും മുശ്രിക്കുകളെയും കൈകാര്യം ചെയ്യാൻ ഈ ആകാശഭൂമികളിലെ അള്ളാഹുവിന്റെ സന്നാഹങ്ങളൊന്നും ആവശ്യമില്ല. അത് വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു അനുഭവമായിട്ട് അള്ളാഹു അങ്ങനെ ഒരു അവസരം നൽകിയതാണ് അവരെ കൈകാര്യം ചെയ്യാൻ എന്നാണ് ഇവിടെ അള്ളാഹു നൽകിയിരിക്കുന്ന സൂചന. അപ്പോ സൂറത്തുൽ ഫത്ഹിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ, 1 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട്
പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വിശദമാക്കിയിട്ടുണ്ട്. അതിന്റെ ചേർത്ത് ചില കാര്യങ്ങൾ കൂടി ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് അവശേഷിക്കുന്നുണ്ടാകാം. ഞാനത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ നോട്ട് ചെയ്തു വെച്ചത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഹുദൈബിയ സന്ധി ഒരു ഗംഭീരം വിജയമായിട്ട്, ഒരു തെളിഞ്ഞ വിജയമായിട്ട് അള്ളാഹുവോട് പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഹുദൈബിയയിൽ നിന്നുള്ള മടക്കയാത്രയിൽ ഈ സൂറത്തിലെ ആയത്തുകൾ അവതരിച്ചപ്പോൾ സത്യവിശ്വാസികൾക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അവരിൽ പലരും ചോദിക്കുന്നത്, അമ്പരപ്പോട് കൂടി ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് ഒരു വിജയമാവുന്നത് എന്നാണ്. ആർക്കും ഇത് എങ്ങനെയാണ് വിജയമായിട്ട് കാണാൻ കഴിയുക എന്നത് മനസ്സിലാവുന്നില്ല. അതാണ് അവരെ അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നം. എല്ലാവരും അള്ളാഹു അവതരിപ്പിച്ച കാര്യങ്ങൾ എന്നുള്ള നിലക്ക് അവയെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് വിജയമായത് എന്നത് അവർക്ക് യുക്തിതലത്തിൽ മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്, പ്രവാചകരെ, ഇത് ഒരു വിജയമാണോ? എങ്ങനെയാണ് ഇത് ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവനാണേ സത്യം, ഇത് വിജയം തന്നെയാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടിയായിട്ട് പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോഴും കാര്യം അവർക്ക് വ്യക്തമായിട്ടില്ല. ഇത് ഭയങ്കര തിരിച്ചടിയായി, പരാജയമായി എന്നൊക്കെയുള്ള ധാരണയിൽ തന്നെയാണ് അവര് മടങ്ങുന്നത്. അപ്പോ മദീനയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഒരു സഹാബി മറ്റൊരു സഹാബിയോട് നടത്തിയൊരു പരാമർശം ഇങ്ങനെയാണ്, ഇതെന്ത് വിജയമാണ്? നമ്മള് കഅബയിലേക്ക് പോകുന്നത് വിലക്കപ്പെട്ടു, നമുക്ക് ആ യാത്ര അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിച്ചില്ല. ബലിമൃഗങ്ങളെ കഅബയിൽ എത്തിച്ച് ബലിയെറുക്കാൻ നമുക്ക് സാധിച്ചില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയില് ദിവസങ്ങൾ തന്നെ തങ്ങേണ്ടി വന്നു. നമ്മുടെ 2 ആളുകളെ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിലേക്ക് വന്നു ചേർന്ന 2 ആളുകളെ, അബൂ ജന്ദലും അതുപോലെ പിന്നീട് മദീനയിലേക്ക് എത്തിയ അബൂ ബസീറും, ഈ 2 ആളുകളെയും ശത്രുക്കൾക്ക് നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇനി എങ്ങനെയാണിത് ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയുക എന്നാണ് ഒരു സഹാബി മറ്റൊരു സഹാബിയോട് ചോദിക്കുകയുണ്ടായത്. അതിനുള്ള മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞപ്പോ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്, വലിയ അബദ്ധമാണ് അയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മഹാവിജയമാണ്. നിങ്ങൾ വിഗ്രഹാരാധകരുടെ കേന്ദ്രത്തില് കടന്നു കയറി അവിടെ എത്തി. നേരത്തെ ആലോചിക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യമാണ് മക്കയിലേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തേക്ക്, അവരുടെ സ്വാധീന മേഖലയിലേക്ക് എത്താൻ പറ്റുക എന്നത്. എന്നിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന നാട്ടിന്റെ ആ മേഖലയിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ സാധിച്ചു എന്നത് ഒരു വലിയ നേട്ടമാണ്. മറ്റൊന്ന്, അടുത്ത വർഷം ഉംറ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു എന്നത് ഇതിലെ വലിയൊരു നയപരമായ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിജയം തന്നെയാണ്. അവര് അടുത്ത വർഷം പോയിട്ട് ഇനി ഒരിക്കലും തന്നെ അവർക്ക് മക്കയിലേക്ക് മടങ്ങി വരാൻ പറ്റും എന്ന ഒരു പ്രതീക്ഷയും നൽകാതിരുന്ന ഒരു കാലത്താണ് ഈ വർഷം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പോകണം, അടുത്ത വർഷം വന്ന് ഉംറ ചെയ്തോളൂ എന്ന് അവര് ഇങ്ങോട്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംഘത്തോടും പറയുന്ന ഒരവസ്ഥ ഉണ്ടായല്ലോ. അപ്പൊ അത് വലിയൊരു വിജയം തന്നെയാണ്. പിന്നെ അത് അവർ തൃപ്തിപ്പെട്ടുകൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ നിങ്ങളോടുള്ള വിദ്വേഷം മനസ്സിൽ നിറഞ്ഞിരിക്കെ തന്നെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത അമർഷവും
എതിർപ്പും ഒക്കെ അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കെ തന്നെ മക്കയിലെ ആളുകള് 10 വർഷത്തേക്ക് യുദ്ധവിരാമത്തിന് സമ്മതിച്ചു. അത് ഒരു വലിയ വിജയമാണ്. 10 വർഷത്തേക്ക് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയില്ല എന്ന വിധത്തില് അവര് സമ്മതിച്ചു പറഞ്ഞു. അത് ആ ഘട്ടത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഇത് അവരുടെ മേൽ അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള വലിയ വലിയ വിജയം തന്നെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നത്. ഉഹദ് ദിനത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടി, ഞാൻ നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. ആ ഒരു അവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, അത് നിങ്ങൾ മറന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഉഹദിലെ ആ തിരിച്ചടി ഉണ്ടായ ഘട്ടത്തില് നമുക്ക് അനുഭവപ്പെട്ട ആ പരാജയ ബോധം ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോ നമ്മൾ നടത്തിയിരിക്കുന്നത് എത്ര വലിയ മുന്നേറ്റമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായത്. അതുപോലെ അഹ്സാബ് യുദ്ധ നാളില് നാനാഭാഗത്തു നിന്നുമായിട്ട് ശത്രുക്കള് നിങ്ങളുടെ നേരെ പാഞ്ഞെടുത്തപ്പോ നിങ്ങള് അന്താളിച്ചു പോയതാണ്. ആ കാര്യവും മറന്നിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കടുത്ത ഭീഷണികളുടെ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് 10 വർഷത്തേക്ക് ഇനി നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയില്ല എന്ന് ഉപാധികളോടുകൂടി, അത്തരം ഉപാധികള് ഉൾപ്പെടുന്ന വിധത്തിലുള്ള സന്ധിയിലേക്ക് അവർ വരാൻ സന്നദ്ധരായിട്ടുള്ളത്. അപ്പോ മറ്റൊരു സഹാബി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം പിൽക്കാലത്താണത്. മക്ക വിജയത്തിനൊക്കെ ശേഷം ഒരു സഹാബി പറയുകയുണ്ടായത്, ആളുകള് പലപ്പോഴും മക്ക വിജയിച്ചടക്കിയ സംഗതിയാണ് വിജയമായിട്ട് പറയാറുള്ളത്. ഫത്ഹു മക്കയാണ് ഫത്ഹായിട്ട് ആളുകൾ പരാമർശിക്കാറുള്ളത്. അത് ഹിജ്റ 8-ാം വർഷമാണ്. ഈ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ്. എന്നാല് ഹുദൈബിയയാണ് യഥാർത്ഥ വിജയമായിട്ട്, യഥാർത്ഥ വിമോചനമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് ഒരു സഹാബി മറ്റൊരു സഹാബിയോട് പറയുകയുണ്ടായത്. ഹുദൈബിയ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും തന്നെ മക്ക ജയിച്ചടക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഹുദൈബിയയിലെ സന്ധിയാണ് യഥാർത്ഥത്തിൽ മക്ക വിജയത്തിനുള്ള സാഹചര്യം ഒരുക്കിയത്. വിശേഷിച്ച് അതിലെ ചില നിബന്ധനകള്, ചില ഉപാധികള് മക്കക്കാര് ലംഘിച്ചതാണ് മക്കയിലേക്ക് ഈ മുശ്രിക്കുകൾക്ക് എതിരില് മാർച്ച് ചെയ്യാൻ, സൈനിക മുന്നേറ്റം നടത്താൻ, മക്ക ജയിച്ചടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാഹചര്യം ഒരുക്കുകയുണ്ടായത്. അപ്പൊ ഇങ്ങനെ ഒരു സന്ധി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും അത്ര പെട്ടെന്ന് മക്ക ജയിച്ചടക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമാകുമായിരുന്നില്ല. ചരിത്രത്തിൽ തന്നെ വളരെ വിസ്മയകരമായ ഒരു സംഭവമാണിത്. മക്കയിൽ നിന്ന് പലായനം ചെയ്തു പോയ ആളുകൾ വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിലാണ് മക്ക തിരിച്ചു പിടിക്കുന്നത്. ഹിജ്റ 8-ാം വർഷത്തോടുകൂടി എന്ന് പറഞ്ഞാൽ 7 വർഷങ്ങളും ഏതാനും മാസങ്ങളും മാത്രമാണ് ഈ മദീനയിലേക്ക് പലായനം ചെയ്ത ആ സംഘത്തിന് അവരുടെ ജന്മനാട് ഈ മുശ്രിക്കുകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുന്നത്, മക്ക വിജയിപ്പിച്ചെടുക്കാൻ അവർക്ക് കഴിയുന്നത് വളരെ കുറഞ്ഞൊരു കാലത്തിനുള്ളിലാണ്. ഇങ്ങനെ ഒരു 7-8 കൊല്ലത്തെ പ്രവാസം കൊണ്ട് ഇതുപോലെ പുറത്താക്കപ്പെട്ട നാട്ടിലേക്ക് തിരിച്ചെത്താനും അത് തിരിച്ചു പിടിക്കാനും ഒക്കെ കഴിയുന്ന സംഭവം തന്നെ ചരിത്രത്തിൽ വളരെ വിരളമായിരിക്കും. അപ്പോ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ആ ഘട്ടത്തില് സത്യവിശ്വാസികൾ ഇത് ഒരു വിജയമായിരുന്നു എന്നത് മനസ്സിലാക്കുകയുണ്ടായത്. അപ്പോ അള്ളാഹുവിടെ പ്രഖ്യാപിച്ച കാര്യം ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്ന് പറഞ്ഞ സംഗതി ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നത് അവർക്ക് വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഘട്ടത്തില് അവരെല്ലാവരും തന്നെ അതിന്റെ ഉള്ളുകള്ളി മനസ്സിലാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരായിരുന്നു എന്നതാണ് വസ്തുത. പിന്നെ ഈ സൂറത്തില് പരാമർശിക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന് പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധേയമായ ചില ഹദീസുകളൊക്കെ നമുക്ക് തഫ്സീറുകളിൽ പരാമർശിക്കപ്പെട്ട് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശുക്ർ ചെയ്തുകൊണ്ട് ദീർഘനേരം രാത്രി നമസ്കരിക്കുകയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ അത് നിർവഹിക്കുകയൊക്കെ ചെയ്തിരുന്നപ്പോ
അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് മുൻകാലത്ത് സംഭവിച്ചതും പിൽക്കാലത്ത് സംഭവിക്കാനിരിക്കുന്നതുമായ സകല പിഴവുകളും അള്ളാഹു പുറത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ നമസ്കാരത്തില്, രാത്രി നമസ്കാരത്തിലൊക്കെ ഏർപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനായി നൽകിയ മറുപടി, ഞാന് അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു ദാസനാവേണ്ടതില്ലേ എന്നുള്ള ഒരു മറുചോദ്യമാണ്. അപ്പോ ഇത് ആ നിലക്ക് അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയ കാരുണ്യമായിട്ടാണ് ഈ മഗ്ഫിറത്തിനെ അള്ളാഹുവിടെ പരാമർശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിപരമായ വീഴ്ചകളെക്കാളേറെ, അതിന് സാധ്യത നമ്മൾ തീരെ കാണുന്നില്ല, അതിനേക്കാളേറെ ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ട പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം അത് നിർവഹിക്കുന്നതിൽ വന്നിട്ടുള്ള പോരായികകളെ കുറിച്ചൊക്കെയാണ് അള്ളാഹു ഈ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ എന്ന പരാമർശത്തിലൂടെ സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതുപോലെ ഈ വയുത്തിമ്മ നിഅമതഹു എന്നത് സൂചിപ്പിച്ചല്ലോ, അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് പറയും. അത് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തതും ഏറ്റവും അന്യൂനമായ ഒരു ദീൻ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ തന്നെ അള്ളാഹുവിന്റെ നിഅമത്താണ്. മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം എന്ന നിലക്ക് ഈ ദൈവിക ദീൻ പകർന്നു കൊടുത്തു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അതിന്റെ പൂർത്തീകരണം എന്നത് അതിലെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഒരു പ്രദേശത്ത് നടപ്പിലാക്കാൻ, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. മദീനയിൽ മാത്രമല്ല, ചുറ്റുപാടും വലിയൊരു പ്രദേശത്ത് തന്നെയും അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ചു കൊണ്ടുള്ള ഒരു നിയമക്രമം പ്രയോഗത്തിൽ വന്നു, നിലവിൽ വന്നു എന്നത്, അങ്ങനെ അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ നിയമത്ത് പൂർത്തീകരിച്ചു തരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ വയഹ്ദിയക ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പറഞ്ഞ ആ പ്രയോഗം, ഇതിന്റെ പൂർത്തീകരണം പ്രായോഗിക തലത്തില് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രം അതിന്റെ ഏറ്റവും പൂർണ്ണതയുള്ള രൂപത്തിൽ നിലവിൽ വരാൻ വേണ്ട മാർഗദർശനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട കാര്യമാണ് സൂചിപ്പിക്കപ്പെടുന്നതായിട്ട് മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ നസ്റൻ അസീസ എന്ന് പറഞ്ഞല്ലോ, വളരെ അജയ്യതയും പ്രതാപവും ഒക്കെയുള്ള, വളരെ ഔന്നത്യം ഉള്ള അതുല്യമായ ഒരു സഹായം, അത് മക്ക വിജയവും അതിനെ തുടർന്നുണ്ടായ ആ വലിയ സാമൂഹ്യ മാറ്റമുണ്ട് അറേബ്യൻ ഭൂപ്രദേശത്ത് ഒന്നാകെയായിട്ട്. അത് ദൈവികമായ വലിയ ഇസ്സത്ത് പകർന്നു നൽകുന്ന ഒരു സഹായമായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ അൻസല സക്കീനത്ത് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം നമ്മൾ കണ്ടു. അവനാണ് വിശ്വാസികളുടെയും വിശ്വാസിനികളുടെയൊക്കെ മനസ്സിൽ ശാന്തി സമാധാനം ഇറക്കി കൊടുത്തത്, അല്ലെ വർഷിച്ചത്. അത് കൃത്യമായിട്ടും അവരുടെ സാഹചര്യത്തെ, അതിലടങ്ങിയിരിക്കുന്ന ഭീഷണികളൊക്കെ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അവർ ബോധവാന്മാരായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു നീക്കത്തിന്, ഉംറ യാത്രക്ക് വേണ്ടി അവർ പുറപ്പെടുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു അവരുടെ മനസ്സിന് വലിയ അളവിലുള്ള സമാധാനം വർഷിച്ചു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു യാത്ര നിർവഹിക്കാൻ ഭയാശങ്കകളൊന്നും ഇല്ലാതെ അവര് സന്നദ്ധരായത്, അതിന് അവർക്ക് സാധിച്ചത് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അതുപോലെ അവരുടെ ഈമാനോടൊപ്പം വർദ്ധിച്ച ഈമാനിൽ വർധനവ് നൽകുന്ന കാര്യവും സൂചിപ്പിക്കപ്പെട്ടു. അത് ഇന്നലെ ഞാൻ വിശദീകരിച്ചതാണ്. അതുപോലെ ഈ നിഷേധികളെയും കപടവിശ്വാസികളെയും ഒക്കെ, ഈ മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും കുഫാറുകളെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആകാശഭൂമിയിലെ സന്നാഹങ്ങൾ എത്രയോ മതിയായതായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ അള്ളാഹു അത്
പ്രയോഗിക്കാതിരിക്കുകയാണ്. അത് വിശ്വാസികൾക്ക് അവർ മുഖേന അത് നടപ്പിലാക്കപ്പെടണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പോഴാണ് അവരുടെ ഈമാനിന് വലിയ വർധനവുണ്ടാവുക. വലിയ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈമാൻ ശക്തിപ്പെട്ടതായി മാറുക. അങ്ങനെ ഒരു സൗഭാഗ്യം വിശ്വാസികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവന്റെ പ്രപഞ്ച സാകല്യത്തിലെ സന്നാഹങ്ങളെ ഒന്നും ഇറക്കാതെ ഈ വിശ്വാസികളെ കൊണ്ട് തന്നെ ഈ നിഷേധികളെയും മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും ഒക്കെ നേരിടാൻ അള്ളാഹു സാഹചര്യം ഒരുക്കിയത്. അതിലൂടെ വിശ്വാസികൾ വലിയ പ്രതിഫലത്തിന് അർഹരാകണമെന്നുമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഇവിടെ പറയുന്ന കാര്യം ഈ മുശ്രിക്കുകളും മുനാഫിക്കുകളും വെച്ച് പുലർത്തിയിരുന്ന ഊഹങ്ങളെ കുറിച്ച് 12-ാമത്തെ ആയത്തിൽ അത് വരുന്നുണ്ട്. നമുക്ക് ആ ആയത്തെത്തുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, അത് അടിസ്ഥാനപരമായി ഇതാണ്: മുശ്രിക്കുകള് കരുതിയത് ഒരിക്കലും തന്നെ മക്കയിൽ നിന്ന് അവർക്ക് തിരിച്ചു പോകാൻ പറ്റൂല, അവരെ അടിച്ചൊതുക്കാൻ അവർക്കൊരു നല്ല അവസരം കൈവന്നതാണ് എന്ന നിലക്കാണ്. മദീനയിലെ മുനാഫിക്കുകൾ കരുതിയത് ഇതിന്റെ മറുവശം, മദീനയിലേക്ക് ഇനി അവരൊരിക്കലും തിരിച്ചെത്തുകയില്ല, അവരെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീർന്നു എന്ന വിധത്തിലാണ് അവരുടെ ഊഹങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ ഈ മക്കയിലെ മുശ്രിക്കുകളുടെ ഒരു ധാരണ, അവരെ ഇപ്പൊ ഉംറ നിർവഹിക്കാൻ സമ്മതിക്കാതെ ഈ വിധത്തിൽ അവരെ അങ്ങ് തളച്ചിട്ട് കഴിഞ്ഞാൽ ഇനി അവരൊരിക്കലും തല പൊക്കുകയില്ല എന്ന വിധത്തിലാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇനിയിപ്പോ അഥവാ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ പോലും ഈ ഒരു തിരിച്ചടി അവർക്കുണ്ടായ കാരണത്താൽ അവർക്കിനി ഭൂമുഖത്ത് തല ഉയർത്തി ഒരു വലിയ പ്രതാപം കാണിച്ചുകൊണ്ടൊന്നും ഉയർന്നു വരാൻ കഴിയുകയില്ല എന്നൊരു കണക്കുകൂട്ടലാണ് ഈ മക്കയിലെ മുശ്രിക്കുകൾ വെച്ച് പുലർത്തിയിരുന്നത്. അതാണ് അള്ളാഹുവിടെ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ആവർത്തിച്ച് ഈ ജുനൂദ് സമാവാത്തി വൽ അർദിനെ പരാമർശിച്ച് 2 തവണ. ഒന്നാമത് 4-ാമത്തെ ആയത്തില് വലില്ലാഹി ജുനൂദ് സമാവാത്തി വൽ അർദ് വകാനല്ലാഹു അലീമൻ ഹകീമ എന്ന് പറഞ്ഞല്ലോ. അതേ ഭാഗം വീണ്ടും 7-ാമത്തെ ആയത്തില് വലില്ലാഹി ജുനൂദ് സമാവാത്തി വൽ അർദ് വകാനല്ലാഹു അസീസൻ ഹകീമ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് അക്കാര്യത്തില് അള്ളാഹു എത്രത്തോളം ഈ ആകാശഭൂമികളിലെ അവന്റെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താതെ തന്നെ ഈ മുശ്രിക്കുകളെയും മുനാഫിക്കുകളെയും കൈകാര്യം ചെയ്യുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണ്. അതുപോലെ അതിലൂടെ വിശ്വാസികൾക്ക് വിശ്വാസപരമായ വലിയ ഉയർച്ച നൽകാനും അവൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം ഊന്നി പറയുകയാണ് ഈ 2 തവണ ഇത് ആവർത്തിച്ച് പറയുക വഴി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 6-7 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.